ഈ നിമിഷം നമ്മൾ ഇപ്പോൾ കൃഷ്ണേന്ദ്രനോ വേണുവിനൊക്കെ അറിയാം, ഈ നിമിഷം നമ്മൾ പറയുന്ന പാട്ടായിരിക്കില്ല അടുത്ത നിമിഷം നമ്മുടെ ഇഷ്ടഗാനം. ഇപ്പം നിൻമണറിയിലെ എന്ന് പറയുന്ന പാട്ടിൽ ആ നിൻ എന്ന് പറയുന്ന ആ വാക്ക് അത് മറ്റാരും അത്രയും പെർഫെക്ഷനോടുകൂടി പാടിയിട്ടില്ല. ആ നിൻ എന്ന് പറയുന്ന അതിനൊരു ജയേട്ടൻ്റെ ടച്ച് ഉണ്ട്, ഒരു സ്റ്റാമ്പ് ഉണ്ട്. അതൊരു ഗായകൻ്റെ ഒരു എന്താ പറയുക, ഒരു മാജിക്കാണത്, ആർക്കും അനുകരിക്കാൻ പറ്റാത്ത. അതുപോലെ വിലാസ ലോലുപയായി എന്നൊരു പാട്ടുണ്ട്, എനിക്ക് തോന്നുന്നു കൃഷ്ണേന്ദ്രനെ അറിയായിരിക്കുമല്ലോ, നല്ല പാട്ട്, കല്യാണ വസ്ത്രത്തിൽ. അതൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരിക്കലും തമ്പി സാർ പറഞ്ഞ പോലെ അന്തരീക്ഷത്തിൽ ആ ശബ്ദം എപ്പോഴും ഉണ്ടാവും, എത്ര കാലം കഴിഞ്ഞാൽ. നമുക്കിപ്പോൾ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്നലെ തീർന്നതേ ഉള്ളൂ. 58-ലെ ജയേട്ടനും യേശുദാസും ഇരിങ്ങാലക്കുട സ്കൂളിൽ നിന്ന് ജയേട്ടൻ എത്തുന്നു. മൃദംഗത്തിലാണ്, ക്ലാസിക്കൽ മ്യൂസിക്കിലെ യേശുദാസ് വരുന്നു. അന്നേ നമ്മുടെ ഒരു ഗാനസഭരിയിൽ ഇവർ രണ്ടുപേരും ഇടം പിടിച്ചിരുന്നു അല്ലേ അന്ന് മുതൽ? ഇല്ല, ഞങ്ങളുടെ തലമുറ വളരുന്ന തന്നെ ഇവരുടെ പാട്ടുകളൊപ്പാണ്. യേശുദാസിൻ്റെ ജയന്തിൻ്റെ പാട്ടുകളൊപ്പം നമ്മുടെ ഏർലിയസ്റ്റ് മെമ്മറീസ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങൾ, നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയതാവാം, അല്ലെങ്കിൽ SSLC പാസ്സായതാവാം, കോളേജിൽ ചേർന്നതാവാം, ആദ്യമായി നഗരത്തിലെ തിരക്കിൽ വന്ന് പെട്ടതാവാം, വിവാഹിത ആയിട്ടുള്ളതാവാം, പ്രണയമാവാം, ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളുമായിട്ട് ചേർത്ത് വയ്ക്കാൻ ജയേട്ടൻ്റെ ഒരു പാട്ടുണ്ടാവും. അതാണ് നമുക്ക് തിരിച്ച് ആ പാട്ടിലൂടെ ആ കാലം ഓർത്തെടുക്കാൻ പറ്റും. അതാണ് ഇപ്പം നിൻമണിയറയിലെ എന്ന് പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ആ സ്കൂളിൽ ആ ചെറുപ്പകാലം, ബാല്യം, അതൊക്കെയാണ് ഓർമ്മ വരിക. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ ഈവൻ വിദ്യാസാഗറിൻ്റെ പാട്ടുകൾ, മറന്നിട്ടും എന്തിനോ, അതൊക്കെ എന്ത് രസമാണ്. ഒരു ജയേട്ടൻ്റെ ശബ്ദം ഏറ്റവും മനോഹരമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള പിൽക്കാല സംഗീത സംവിധായകൻ വിദ്യാസാഗറാണെന്ന് എനിക്ക് തോന്നുന്നു. നിറത്തിലെ പാട്ടൊന്നും അദ്ദേഹം ഒരു ക്ലാസ് പാട്ടായിട്ട്, മറന്നിട്ടും എന്തിനോ ഒക്കെ അസാധ്യ പാട്ടല്ലേ, ഇത്ര മനോഹരമായിട്ടാണ്. എനിക്ക് വിദ്യാസാഗറിന് ഏറ്റവും പ്രിയപ്പെട്ട ശബ്ദമാണത്. അല്ല, എനിക്ക് തോന്നുന്നത് കൃഷ്ണേട്ടൻ ഇതുപോലെ തന്നെ കലോത്സവത്തിൻ്റെ ഒരു താരമാണ്. കൃഷ്ണേട്ടനും ഇതേ രീതിയിൽ തന്നെ വന്നാണ്. അന്ന് കാലഘട്ടങ്ങളിൽ യേശുദാസും ജയേട്ടനും അങ്ങനെ ഒരു തലമുറയുടെ പിൻതലമുറയിലേക്കാണ് കൃഷ്ണേട്ടൻ വരുന്നത്. അന്ന് ഇവരെങ്ങനെയാണ് അങ്ങയെ സ്വാധീനിച്ചത്? അല്ല, രവി പറഞ്ഞ പോലെയാണ്, നമ്മളൊക്കെ ജനിച്ചു വീണ മുതൽ നമ്മുടെ രക്തത്തിലും ഞരമ്പുകളിലും എല്ലാം ഉള്ളതാണ്. ദാസേട്ടനായാലും ശരി, ജയേട്ടനായാലും ശരി. ഞാനൊക്കെ വളരെ പിന്നീടാണ് കേട്ടോ, 75-ലെ കാര്യമാണ്. ഞാനൊക്കെ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തതും ക്ലാസിക്കൽ മ്യൂസിക്കിലാണ്. ഞാൻ ലൈറ്റ് മ്യൂസിക്കിൽ പങ്കെടുത്തിട്ടേ ഇല്ല, ഒരു വർഷമേ ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും പാട്ട്, ഇതിപ്പോൾ എനിക്ക് തമ്പി സാർ ഇരിക്കുമ്പോൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ തമ്പി സാറിനോടുള്ളൊരു ഭയഭക്തി ബഹുമാനം കൊണ്ട് ഞാൻ പറയാതിരുന്നതാണ്. എനിക്ക് അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നല്ല ഡുവറ്റ് ഉണ്ട്, മകരം പോയിട്ടും മാടമുണർന്നിട്ടും എന്ന് പറഞ്ഞിട്ട്, വെളുത്ത കത്രീനയിൽ. എന്തൊരു സുഖമുള്ള പാട്ടാണ്, ജയേട്ടനും സുശീലാമ്മയും കൂടി. തമ്പി സാർ പറഞ്ഞു വന്നപ്പോൾ ആ കൂട്ടത്തിൽ ആ പാട്ട് പറയാൻ വിട്ടുപോയി, എങ്കിലും അതൊരു അതിമനോഹരമായ പാട്ടാണ്. തമ്പി സാറിൻ്റെ കോമ്പിനേഷൻ, ജയേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ എന്തൊരു സുഖമാണ്. ഞാൻ അതിൻ്റെ ലിറിക്സ് ആയാലും ശരി, ദേവരായ മാഷ മ്യൂസിക് ആയാലും ശരി, ഇവർ രണ്ടുപേരും പാടിയിട്ടുള്ളതായാലും ശരി. അല്ല, രണ്ടുപേരും തന്നെയാണല്ലോ, രണ്ടുപേരും തന്നെയാണ്, ഇല്ലെങ്കിൽ നമ്മളൊന്നും ഇല്ല. നമ്മൾ ഈ സിനിമാ ഗാനങ്ങൾ പറഞ്ഞു, ഈ ആൽബം ഒക്കെ ട്രെൻഡായി തുടങ്ങിയ ഏറ്റവും ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരു ഇഷ്ടം, ആരാണത് കേൾക്കാത്തത്, ആരാണല്ലോ അത് ഇഷ്ടപ്പെടാത്തത്? ആൽബം തുടങ്ങിയപ്പം അതിലും ട്രെൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ നാടകത്തിൽ പാടി ലളിതഗാനങ്ങൾ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് MG രാധാകൃഷ്ണൻ ചേട്ടനെ കാണാൻ പോയത്, അവസാന കാലത്ത് MG രാധാകൃഷ്ണൻ ചേട്ടനെ കാണാൻ പോയി. അപ്പോൾ സിനിമയിൽ അദ്ദേഹം MG രാധാകൃഷ്ണൻ ചേട്ടൻ അങ്ങനെ അധികം പാട്ടുകൾ കൊടുത്തിട്ടില്ല ജയേട്ടന്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എന്നോട് ചോദിക്കൂ, ജയദേവ കവിയുടെ ഗീതികൾ കേട്ടിൻ്റെ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ലളിതഗാനമാണ് MGR ജയേട്ടന് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതിന് ശേഷം കാര്യമായ പാട്ടുകൾ കൊടുത്തിട്ടില്ല. പക്ഷെ കൊടുക്കാമായിരുന്നു എന്നും തോന്നുന്നു. ഇത്രയും യൗവനയുക്തമായ ഒരു ശബ്ദമുള്ള ഒരു ഗായകനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അന്ന് ആ രോഗശൈലിയിൽ കിടക്കുന്ന കാലത്ത് MG രാധാകൃഷ്ണൻ പറഞ്ഞു. അതേപോലെ തന്നെ AT ഉമറും പറഞ്ഞു കേട്ടിട്ടുണ്ട്. AT ഉമറിനെ കാണാൻ പോയതൊക്കെ ഭയങ്കര രസമാണ്. ജയേട്ടനാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ AT ഉമർ ജയേട്ടനെ പറ്റി നല്ലത് പറയുന്നുണ്ട്. അപ്പോൾ ജയേട്ടൻ തന്നെ ചോദിക്കുക, അങ്ങനെ ഉമ്മൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം നല്ല പാട്ടൊക്കെ യേശുദാസിനല്ലേ കൊടുക്കുന്നത്, യേശുദാസിന്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ അവിടെ, എന്റെ ഫോട്ടോ എന്താ? നല്ലൊരു സൗഹൃദം, നല്ലൊരു ആത്മബന്ധമില്ലേ? അല്ല, AT ഉമറിനോട് പറയാണിത്. AT ഉമർ ഭയങ്കര കോമഡി ആയിട്ടാണ് ഇത് കാണുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ എന്നാലെന്താ ആ പിന്നെയും ഇണക്കുയിൽ പിണങ്ങിയല്ലോ എന്നുള്ള പാട്ടുണ്ടല്ലോ ചോദിച്ചു. അപ്പോൾ ചേട്ടൻ എനിക്കത് മതി,
ഇയാൾ തന്ന ആ പാട്ട് മതി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ തന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആരോടും പരാതിയൊന്നുമില്ല. ആ സമയത്ത് കുറേ ദേഷ്യപ്പെടും എന്നല്ലാണ്ട് ഒരു നിർമ്മല, ഒരു അനസൂയ വിശുദ്ധമായിട്ടുള്ള ഒരു മനസ്സുള്ള ഒരാളായിരുന്നു. ഇപ്പോൾ അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പെട്ടെന്നുള്ള പൊട്ടിത്തെറിയും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ശാന്ത സ്വഭാവവും തമാശകളും. ഇനി ഒരിക്കലും അതൊന്നും, ആ ഫോൺ വിളികളൊന്നും വരില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് എണ്ണ തേച്ചൊന്ന് കുളിക്കണം, എനിക്ക് രാവിലെ കുറേ ചിട്ടകളൊക്കെ ഉണ്ട്, ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുള്ളൂ, അത് അനുസരിച്ച് മാത്രം വന്നാൽ മതി, അല്ലാതെ നേരത്തെ കാലത്തൊന്നും വരണ്ട, എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന്. അപ്പോൾ ഞാൻ ഒരിക്കലും നോക്കുമ്പോൾ അദ്ദേഹം തൊപ്പി മീശയൊക്കെ പിരിച്ചു വെച്ച് ഞാൻ ചോദിച്ചു, ജേട്ടൻ ഇതെന്താ ഒരു വേഷം, എന്താ എനിക്ക് വേഷം കെട്ടിയാൽ, ഞാനിങ്ങനെ വേഷം വിട്ടാൽ എന്താ ബുദ്ധിമുട്ട്, എനിക്കിത് പറ്റില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചു പറഞ്ഞാൽ ഭയങ്കര നിഷ്കളങ്കമായിട്ട് ജയേട്ടൻ സംസാരിക്കുമായിരുന്നു. ആ ഒരു മൃദംഗവാദ്യം, അതിനുശേഷം അദ്ദേഹം അത്ര ഒരു ചെണ്ട കൊട്ടും നന്നായിട്ട്. അതാ ഞാൻ ചോദിക്കാൻ വന്നത്. ഈ ഉപകരണ സംഗീതങ്ങളിലെല്ലാം ചെണ്ട കൊട്ടും നന്നായിട്ട്, മൃദംഗം വായിക്കും, എന്ത് ചെയ്യും, ക്രിക്കറ്റ് കളിക്കും. അതെ അതെ, ആകെ ജിമ്മിൽ പോകുന്നുണ്ട്. ആകെ പത്രം വായിക്കുന്നത് ക്രിക്കറ്റിന്റെ സ്കോർ എന്തായെന്ന് അറിയാനേ, വേറെ ഒന്നും ഒന്നാം പേജ് ഒന്നും പുള്ളി നോക്കിയതേ കണ്ടിട്ടില്ലേ. കൃഷ്ണേട്ടൻ എന്തോ പറഞ്ഞിരുന്നു? ഇല്ല 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 ഇല്ല, ഞാൻ ഇത് തന്നെയാണ് പറയാൻ പുറപ്പെട്ടത്. ക്രിക്കറ്റ് കളിക്കുക എന്നുള്ള കാര്യം പറയാൻ പുറപ്പെട്ടതാണ്. അതെ അതെ, നമ്മളിപ്പം പ്രതീക്ഷിക്കാത്ത പിന്നെ ഈ കുളിക്കുന്ന കാര്യം വെച്ചിട്ട് എനിക്കൊരു നല്ലൊരു ഒരു കാര്യം ഓർമ്മയുണ്ട്. ഞങ്ങളൊരു ഗൾഫ് ടൂറിന് പോയപ്പോൾ ഒമാനിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒമാനിലെ ഏതോ ഒരു സ്ഥലത്ത് ഇബ്രി എന്ന് പറയുന്ന സ്ഥലമാണ്, സൊഹാർ എന്ന് പറഞ്ഞ അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് പിറ്റേ ദിവസത്തെ പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ ചെന്ന് എത്തുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ റൂമിന് അതൊരു പ്രത്യേക ടൈപ്പ് ഹോട്ടലാണ്. ഞങ്ങളുടെ റൂമിൻ്റെ മുമ്പിൽ തന്നെ സ്വിമ്മിങ് പൂളാണ്. സ്വിമ്മിങ് പൂളിൻ്റെ ചുറ്റും കുറേ റൂമുകൾ. അപ്പോൾ ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ജയേട്ടൻ ആ സ്വിമ്മിങ് പൂളിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ടർക്കി ടവലൊക്കെ എടുത്തിട്ട് എണ്ണയൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനിവിടെ കുളിക്കാൻ ഇറങ്ങാൻ പോകണം. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇവിടെ കുളിക്കാൻ ഇറങ്ങല്ലേ, അവസാനം ഇവരെല്ലാവരും കൂടി ഒന്ന് കംപ്ലൈൻ്റ് ആയി പോകുമെന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര തമാശയായിട്ടുള്ളൊരു കാര്യം എനിക്കിപ്പോൾ പെട്ടെന്ന് ഈ ഒരു അവസരത്തിൽ പറയേണ്ടതല്ല, എങ്കിലും ഇപ്പോൾ അവർ കുളിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു പോയി എന്ന് മാത്രം. അതൊന്നും മറക്കാൻ പറ്റാത്ത സ്വഭാവങ്ങളാണ് പല കാര്യത്തിലും, ഈ ദോശയുടെ കാര്യത്തിലായാലും ശരി. ശരിയായിരിക്കും, തീർച്ചയായിട്ടും കൃഷ്ണേട്ടാ. കാരണം വെച്ചാൽ ജയേട്ടനെ അടുത്തിപ്പോൾ രവിയേട്ടനൊക്കെ വളരെ നല്ല ആത്മബന്ധമാണ് ജയേട്ടനുമായിട്ടുള്ളത്.